നമ്മുടെ ഈ ഗെറ്റ് ടുഗദർ ഇത്രയും ഗംഭീരമാക്കിയ ഈ ഗ്രൂപ്പിൻ്റെ സജീവ സാന്നിധ്യമായ നമ്മുടെ എല്ലാം പ്രിയ സ്നേഹിതൻ അഡ്വക്കേറ്റ് അജേഷ് ആലപ്പാട്ടിനും ഗെറ്റ് ടുഗദർ തുടങ്ങി ഇത്രയും നാളിനിടയിൽ ഈ ഒരു ഗെറ്റ് ടുഗദറിന് മാത്രം ദർശന സൗഭാഗ്യം നൽകിയ അഭിലാഷ് കുമാറിനും കോട്ടയ്ക്കൽ രാജാസ് ഹൈസ്കൂളിൽ 2003 ബാച്ചിൻ്റെ പേരിലും അതുപോലെ നമ്മുടെ സ്വന്തം വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാം കണ്ണിലുണ്ടിയായ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിൻ സുജിത് കോട്ടയ്ക്കൽ എന്ന എൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. എടാ എന്താ എൻ്റെ പ്രശ്നം? ഓ സോറി, അനക്ക് അന്നൊന്നും ഒരേ പ്രശ്നമല്ലേ ഉള്ളൂ. എടാ അജേഷ്, വെറുതെ കളിയാക്കരുത്. അതും ഈ ഓക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ എഴുതിയ കത്ത് ഈ അമീറിന് കൊണ്ടുപോയി കൊടുത്തോണ്ടല്ലേ എനിക്ക് ഈ ഗതി വന്നത്. എടാ അന്നത് പറ്റിപ്പോയി. അത് വെച്ച് അതിന് മാത്രം ഇന്നെ കുത്തിയിട്ടില്ലേ? ഇങ്ങനെ ഇതും പറഞ്ഞ് നിന്റെ മനസാക്ഷി കോടതിയിൽ ഈ എത്ര തവണ തൂക്കി കൊന്നിട്ടുണ്ടോ? എടാ അഭിലാഷേ, വക്കീലന്മാരും മനുഷ്യന്മാരാടാ. എടാ ഓള് തിരിച്ചു വന്നില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പോൾ ഒരു കാര്യമില്ലാണ്ട് പ്രതീക്ഷയായി. നിനക്കറിയോ, ഞാൻ ഈ മീറ്റിന് വന്നതുപോലും ഓള് വരുമെന്ന് ഓർത്തിട്ടാ. എടാ ഓളെ കാണാൻ വരുമ്പോഴെങ്കിലും നല്ല ഡ്രസ്സ് ഇട്ട് വന്നൂടെ? എനിക്ക് ഒന്ന് ഇൻസൈഡെങ്കിലും ചെയ്തുകൂടെ? ഈ ഇന്നെ നോക്ക്. അഭിലാഷേ, 2003 ബാച്ചിൽ ഇനി നമ്മള് മാത്രമേ കല്യാണം കഴിക്കാൻ ബാക്കിയുള്ള കേട്ടോ. അജേഷേ, എന്തൊക്കെയോ വർത്താനം? നല്ല വർത്താനം, സുഖം. ഞാനേ ഫുഡ് എടുത്തിട്ട് വരാം. ഈ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലേ? ഒരു കുത്തു വെച്ചാ. എടാ അജേഷ്, ഓളെ ഇനിയിപ്പോൾ എങ്ങനെയാ കാണാൻ പറ്റുക? എടാ എൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. വിഷമിക്കലടോ, എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും. ആ അമ്മേ, 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 എനിക്കൊരു മാറ്റമില്ലല്ലോ അഭിലാഷേ. അത് പിന്നെ ടോർച്ച് അടിച്ച് പെട്ടെന്ന് മുന്നിലേക്ക് വന്ന ആരായാലും. അല്ലെങ്കിൽ പേടിയില്ലാത്ത ഒരാള്. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അമ്മ പറഞ്ഞറിഞ്ഞു. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അവിടെ ഇപ്പോ ക്ലിനിക്കും പ്രാക്ടീസും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങളൂടെ ബാക്കിയുണ്ട്. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഓന്റെ വീട്ടുകാരൊക്കെ ഇവിടെ കുറച്ച് കുടുംബക്കാരൊക്കെ ഉണ്ട്, വേറെ ആരുമില്ല. പിന്നെ ഉമ്മയും വാപ്പയൊക്കെ പണ്ടേ പോയല്ലോ. ഓർക്കൊന്നും കാണേണ്ടി വന്നില്ലല്ലോ, അത്രയും സമാധാനം. ആയിക്ക, ഇവിടെ അഭിലാഷിൻ്റെ അടുത്തുണ്ട്. ആ ശരി, പാച്ചിക്ക് വരുന്നുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. എടി എനക്ക് മോളെയും കൂടി കൂട്ടായിരുന്നില്ല. അതിനി ആവാലോ. അമ്മേ പോയിട്ടാ. അതെ, ഞാൻ വേണേ കൊണ്ടാക്കാം. ആ എന്നിട്ട് ഞാൻ തിരിച്ചുകൊണ്ടാക്കാനല്ലേ? അയ്യോ, ഇപ്പൊ എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. ഞാൻ കണ്ട്. അത് ഇപ്പോഴും ജന്നത്ത് തന്നെയാണല്ലേ? എനിക്ക് മണം കിട്ടിയ ഷർണ, ഈ ഓക്കെ അല്ലേ? എൻ്റെ പൊന്നെ അഭിലാഷേ, വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ സമാധാനിപ്പിച്ച് മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഇവിടെ വന്ന് സാമ്പാറൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചപ്പോഴാ കുറച്ചെങ്കിലും സമാധാനമായി. ഇനി ഈയൂടെ തുടങ്ങല്ലേ പ്ലീസ്. എടാ, ഞാനേ
നാളെ കഴിഞ്ഞ് മംഗലാപുരത്തേക്ക് പോവുക. ആ 3-4 ദിവസം കഴിഞ്ഞേ വരൂ. ഒന്നിലും വിളിക്കാം. ശരി. കറിയോ? ഈ വെജിറ്റേറിയൻ ആവണമെന്ന് പറഞ്ഞപ്പോഴും അനക്ക് ആയുർവേദം പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴും ഉമ്മച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാ? ഒരു ഒസാം കുടുംബത്തിലെ ചെറുക്കൻ്റെ കൂടെ ഈ പോയപ്പോൾ എൻ്റെ ബാപ്പ നാണക്കേട് കൊണ്ട് തലകുനിച്ചിരുന്നപ്പോഴും ഉമ്മച്ചി എനക്ക് വേണ്ടി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇത് അതുപോലെ അല്ല ഷെറിനെ. എനിക്ക് ജീവിതം ഒരുപാട് ബാക്കി കിടക്കുക. എൻ്റെ ഉമ്മ നിങ്ങൾ എനിക്ക് ഇത്തിരി സമാധാനം തരും. ഷെറിമൂസക്ക് രജിസ്റ്റർ ഉണ്ടേ? ഷെറിമൂസ ഒരു രജിസ്റ്റർ ഉണ്ട്. ഒരു ഓക്കെ. റസീത, പാച്ചിക്കാനെ വിളിച്ചാൽ കിട്ടൂ? ഇല്ലടി, മംഗലാപുരത്ത് ഉള്ളിലെവിടെയാണ്. 2 ദിവസത്തേക്ക് ഇനിയിപ്പോ നോക്കണ്ട. പരിപ്പെട്ടല്ലേ കഴിഞ്ഞ ദിവസം വെച്ചത്? പിന്നെ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം. തേങ്ങിട്ട്. അഭിലാഷേ, ആ ഒന്നിങ്ങോട്ട് വാ. അമ്മ ഒരു മിനിറ്റ്. സ്മഗ്ലിംഗ് കേസോ? എടാ, ഈ അത്ര തന്നെയല്ലേ ചേച്ചേ? അതെ, അത്ര തന്നെയാ. വാപ്പ എങ്ങനെ അറിഞ്ഞ? പാച്ചയ്ക്കാണെങ്കിൽ സ്ഥലത്തും ഇല്ല. ഷർണേ, ഇതിപ്പോ ആരോടൊന്ന് ചോദിക്കുക? ഇതിപ്പോ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റിയേക്കുന്ന പരിപാടിയായിപ്പോലെ ഷെറിനെ. അല്ല, നിങ്ങളോടാരാ അത്തറിന്റെ നാട്ടിലേക്ക് അത്ര കയറ്റിയേക്കാൻ പറഞ്ഞു? എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തതാ. ഓളിവിടെ പണ്ട് വന്നപ്പോൾ വാങ്ങിയതാ. ഇതേ സ്മെല്ല് വേറെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കിട്ടിയപ്പോൾ കുറച്ച് കൂടുതലങ്ങ് അയച്ചു. പ്രശ്നമാവോ അജീഷേ? അഭിലാഷ് ഒന്ന് പുറത്തേക്ക് വന്ന്. അജേഷേ, എടാ പ്രശ്നമാവൂ? പ്രശ്നമാവും. എടാ, നമ്മുടെ കടയിൽ നിന്നല്ലേ ഇത് വാങ്ങിച്ചതും അയച്ചതും ഒക്കെ. ഞാൻ ഷെറിനും കൂടി കോടതി കയറി ഇറങ്ങി നടക്കേണ്ടി വരും. കുറച്ച് നടക്കേണ്ടി വരും അല്ലേ? നടക്കേണ്ടി വരുമോ? എവിടെ സംഗതി കയറ്റുമതി പാടില്ലാത്ത അത്ര ആണെങ്കിലും ഇത് കക്ഷിന്റെ വക്കീൽ ചെന്ന് കസ്റ്റംസ് ഓഫീസിൽ പോയി കാരണം ബോധിപ്പിച്ച് ഫൈൻ അടച്ചാൽ തീരാവുന്ന ചെറിയൊരു കേസേ ഉള്ളൂ. അപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലേ? എവിടെ ഞാൻ ഈ കസ്റ്റംസ് സ്മഗ്ലിംഗ് കേസ് എന്നൊക്കെ കേട്ടപ്പോ പേടിച്ചു പോയി. അങ്ങനെ സമാധാനിക്കാൻ പറ്റ മോനെ. ഈ കേസ് അങ്ങനെ വെറുതെ വിടാൻ ഈ ആജേഷലപ്പാട്ട് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? എടാ, ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാ. എന്ന് വെച്ചാ എടാ, മനസ്സിൽ ഒളിപ്പിച്ച ഇഷ്ടം തോന്നുന്നു പറയാൻ നിനക്കും മനസ്സ് വിങ്ങിയ കുറ്റബോധം മാറ്റാൻ എനിക്കും കിട്ടിയൊരു അവസരം. ഇത് രണ്ടിനും വേണ്ട സമയമാണ്. അതിന് ഞാനൊരു കളി കളിക്കാൻ പോവാം. ഈ എന്ത് കളിയായി കളിക്കാൻ പോണേ? ഈ ഒന്ന് ചോദിക്കേണ്ട പറണ്ട മിണ്ടാട്ട കൂടുന്നാ മതി. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. കമോൺ. വാടോ.
ഈ കേസിന്റെ ഗൗരവം എന്താണെന്ന് ഷെറിൻ അറിയോ? ഈ ഇന്ത്യ മഹാരാജ്യം, അതായത് ദ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ, പ്രൊഹിബിറ്റഡ് ദ എക്സ്പോർട്ട് ഓഫ് അഗർവുഡ് ആൻഡ് സാൻഡൽവുഡ് എന്ന് വെച്ചാൽ അത്തറ്, ചന്ദനത്തൈലം, ഇതിൻ്റെയൊക്കെ കയറ്റുമതി പണ്ടേ നിരോധിച്ചാണ്. ഇത് IPC അല്ല, കസ്റ്റംസ് ആക്ട് ആണ്. അത്തർ അഗർവുഡ് ആയതുകൊണ്ട് വൈൽഡ് ലൈഫ് ആക്ടും വരും. ആ അത്രാണ് നിങ്ങൾ ഒരു അനുമതി ഇല്ലാതെ കയറ്റി വയ്ക്കാൻ ശ്രമിച്ചത്. അത് 1, 2 അല്ല, 10 എണ്ണം. അത് വെറൊരു അറ്റംപ്റ്റ് അല്ല, സ്മഗ്ലിംഗ് അറ്റംപ്റ്റ് ആണ്. ഇപ്പോഴത്തെ സോഷ്യോ പൊളിറ്റിക്കൽ സിനാരിയോ വെച്ച് നോക്കിയാൽ പ്രതിയുടെ പേരും മലപ്പുറം പോലൊരു നാടും വെച്ച് ആരോപിക്കേണ്ടവർക്ക് തീവ്രവാദ ബന്ധം വരെ ആരോപിക്കാവുന്നൊരു കേസാണിത്. ഒരു നിരപരാധിയായ ചെറുപ്പക്കാരനെയും ഒരു നാടിനെ കൂടിയാണ് നിങ്ങൾ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്നത്. ഇതിന്റെ വകുപ്പുകൾ എന്തൊക്കെയെന്ന് അറിയോ ഷെറിന? എനിക്ക് ഇന്ത്യൻ കസ്റ്റംസ് ആക്ട് 1962 സെക്ഷൻ 111, 112 ക്ലോസ് എ, സെക്ഷൻ 114 ക്ലോസ് ഐ, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 ഷെഡ്യൂൾ 4. ഇത് നമ്മൾ വിചാരിച്ച പോലെയല്ല ഷെറിന, കാര്യം സീരിയസ് ആണ്. ആലോചിച്ചിട്ട് എന്റെ അങ്ങനെ പേരിക്കണേ. ഇവന് ചെറിയൊരു പ്രശ്നം ചെറുപ്പത്തില്, ഇനിയിപ്പോ നാണൊന്നും അറിയില്ല. എന്തെങ്കിലും ഒരു പ്രശ്നം അപ്പം ബോധം പോകും. ഇതേ ആള് കണ്ണുറന്നുണ്ട് കേട്ടോ. അജേഷേ, ഓ അഭിലാഷ് ഒന്ന് പുറത്തേക്ക് വന്നേ. സോറി, ഇയാളെ കിടക്ക്. ഷെറിനൊന്ന് പുറത്തേക്കോ. ടെൻറ്റ് കൊച്ചു കള്ള എടുക്കത്തെ അഭിനയാണല്ലോ. അയ്യോ, അഭിനയല്ലായിരുന്നു, ഞാൻ ശരിക്കും ബോധം കെട്ടതാ. എന്തിരി? നിന്റെ ടെൻഷൻ ബിൽഡപ്പ് കേട്ട് ഓളെങ്ങാനും ബോധം കെട്ടാലോന്ന് ഓർത്ത് ഞാൻ ടെൻഷനായപ്പോ. എന്റെ അഭിലാഷേ, അന്നെ കാട്ടി ധൈര്യണ്ടടാ ഓക്ക്. അതെന്തായാലും നന്നായല്ലേ? ഒരു ബിലീവിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പേരും പറഞ്ഞ് കുറച്ച് നടക്കാനുള്ള കാരണം ഞാൻ ഉണ്ടാക്കി തരാം. അതിൽ കയറി പിടിച്ചോളണം. അഭിലാഷേ, ഇതെനിക്ക് ദൈവം അത്തന്റെ രൂപത്തിൽ നിന്നൊരു ചാൻസാ. അപ്പോൾ ഫസ്റ്റ്. ഓ സോറി, ഞാനേ ഓളൊന്നും കൂടി പേടിപ്പിച്ചിട്ട് ഇപ്പം വരാം. ഓക്കെ? ശരിനെ, വേറെ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു. എന്നാലും ഒന്ന് ശ്രദ്ധിച്ചേക്ക്. പണ്ടേ ഒരു മനക്കെട്ടില്ലാത്തവനാണല്ലോ, അനക്കറിയാലോ. ആ പിന്നെ തൽക്കാലം ഈ കേസിന്റെ കാര്യം നമ്മൾ 3 പേര് മാത്രം അറിഞ്ഞാൽ മതി. തീവ്രവാദം ബന്ധവരുള്ള കേസൊക്കെ ആണല്ലോ. ടെൻഷൻ അടിക്കണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി. ഒന്ന് കോടതി പോകേണ്ട ആവശ്യമുണ്ട്. ശരിയാ? നാളെ പോയി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അജേഷ് പറഞ്ഞിട്ടുണ്ട്. ഞാനും വരാം. ഞാൻ കാരണം പിന്നെയും ബുദ്ധിമുട്ടായല്ലേ? ഏയ്, ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ലോ, സംഭവിച്ചു പോണല്ലേ. ശരിക്കും ഈ സമയം മോശമെന്നൊക്കെ പറയുന്നത് ശരിയാട്ടോ. എന്നെക്കൊണ്ട് കുറച്ചായിട്ട് കൂടെയുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇതിനതേ ടേസ്റ്റ് ആട്ടോ. ഇക്ക, ഒരു അവിൽ മിൽക്ക് പാഴ്സൽ. മോൾക്ക, അവളിതൊന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്താണ് അഭിലാഷേ? അതേട്ടാ വാക്ക, VH ലെവൽ മിൽക്കിന് ഇത്രയും കയ്പ് വന്നു. എന്റെ അഭിലാഷേ,
ഈ ഇത്ര കുറ്റബോധപ്പാടില്ലേ? അല്ല മാവക്ക, പുറമെ ചിരിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലെ നീട്ടിൽ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതൊന്നും പോരാത്തതിന് മോളെ കയ്യിലെടുക്കണമെന്ന് അജേഷ് പറയണേ. ശരി, എൻ്റെ ആൾ അജേഷ് കൊള്ളാലോ. എന്ത് കൊള്ളാന്ന് പാവക്ക പറയണേ? അതൊക്കെ ചീപ്പ് പരിപാടിയല്ലേ ചങ്ങയ്യേ. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. പിന്നെ ഓൻ പറഞ്ഞതിന് കുറച്ച് കാര്യമുണ്ട്. അഭിലാഷേ, വാത്സ്യായൻ്റെ കാമശാസ്ത്രത്തിൽ പറഞ്ഞത് എന്താണ്? എനിക്ക് വിവാഹിതയായ സ്ത്രീയെ വശീകരിക്കാൻ അവളുടെ കുട്ടിയെ കയ്യിലെടുക്കണം. അപ്പം അതത്ര മോശപ്പെട്ട ഐഡിയ ഒന്നുമല്ല. ഈ ശരിക്കിരുന്നു ഒന്ന് ആലോചിക്ക്. ഇത് കുറച്ച് പണിയുണ്ട്.